ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മിഥുൻ നന്ദന് തന്നെയാണ്. ഇതുവരെയും ഇനി അങ്ങോട്ടും മായ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ സ്ഥാനം ശ്രീ മിഥുൻ തന്നെയായിരിക്കും വഹിക്കുന്നത്. മേഡം, ഈ വിജയം നിങ്ങളുടെ മാത്രം കഠിന പ്രയത്നമല്ലേ, അതോ ഇനി മറ്റാരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഞാൻ, എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, ഞങ്ങളുടെ വെൽവിഷേഴ്സ് എല്ലാവരുടെയും പരസ്പര സഹകരണമാണ് വലുത്. ഒരു കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും വളരെ നന്ദി. ഇപ്പോൾ കേട്ടതാണ് മിസസ് മേഘനാനന്ദന്റെ സക്സസ് സ്റ്റോറി. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ജയിച്ചത് നിങ്ങളുടെ അമ്മയല്ലേ, പിന്നെന്തിനാ അച്ഛന്റെ പേര് പറയുന്നത്? അച്ഛന് വേണ്ടിയല്ലേ അമ്മ ഇത്ര കഷ്ടപ്പെട്ടത്? അച്ഛൻ തന്നെ കമ്പനിയുടെ ചെയർമാൻ ആയിരിക്കാനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്. അച്ഛൻ തന്നെ ചെയർമാൻ ആയില്ലേ, അപ്പോൾ ഇവിടെ ജയിച്ചത് അച്ഛൻ തന്നെയല്ലേ? അച്ഛനാണോ ജയിച്ചത് അമ്മയാണോ ജയിച്ചതെന്നല്ല, രണ്ടുപേരും ജയിച്ചു. അച്ഛന് വേണ്ടി അമ്മയും അമ്മയ്ക്ക് വേണ്ടി അച്ഛനും. കൊച്ചുകുട്ടികളാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമാണ്. ടിവിയില് നിങ്ങളുടെ അമ്മയും അത് തന്നെയാ പറഞ്ഞത്. പ്രയത്നം അവളുടേതാണെങ്കിലും കാരണക്കാരൻ നിങ്ങളുടെ അച്ഛനാണെന്നല്ലേ പറഞ്ഞത്. ഓരോ പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ അച്ഛന്റെ വിജയത്തിന് കാരണം നിങ്ങളുടെ അമ്മയാണ്. അതെല്ലാവരുടെ മുമ്പിലും അവള് പറയാതെ പറഞ്ഞു. തന്റെ വിജയങ്ങൾക്കും സന്തോഷത്തിനും കാരണക്കാരൻ തന്റെ ഭർത്താവ് മാത്രമാണെന്നല്ല അവള് പറഞ്ഞത്. പണ്ടൊരിക്കൽ കണ്ണകി തന്റെ ഭർത്താവിന്റെ ജീവനെടുത്തതിന്റെ പേരിൽ അവൾ ഒരു നാട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ നമ്മുടെ മേഘന ഇന്ന് ശത്രുക്കളിൽ നിന്ന് നന്ദൻ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം കാത്തു രക്ഷിച്ചിരിക്കുകയല്ലേ. മേഘന ധൈര്യത്തോടെ മുന്നോട്ട് പോയി. വിധിക്കെതിരെ പോരാടാനും ശ്രമിച്ചു. കുടുംബത്തിന്റെ അന്തസ്സും ഭർത്താവിന്റെ അഭിമാനവുമാണ് അവൾ കാത്തത്. ഇന്നലെ ആരോ പറയുന്നത് കേട്ടു, ഭാര്യ എന്ന നിലയ്ക്ക് മേഘനയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അവളേക്കാൾ നന്നായി ആർക്കൊക്കെയോ കെയർ ചെയ്യാൻ പറ്റുമത്രേ. ആ സഹസ്രനാമം ഫലം കണ്ടു. രാമന്റെയും സീതയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ അമ്മയെന്ന് വിജയിച്ചു. അവരുടെ അനുഗ്രഹം മാത്രമല്ല ഗ്രാനി, ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം കൂടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇതിനിടയില് ആഞ്ജനേയ സ്വാമി എവിടുന്ന് വന്നു ചിക്കു? സീതാരാമന്റെ ജീവിത വിജയത്തില് ആഞ്ജനേയ സ്വാമിക്ക് വലിയ പങ്കില്ല ഗ്രാൻഡ്പ. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയുടെയും ജീവിതത്തിലും ആഞ്ജനേയ സ്വാമിയുണ്ട്. കുട്ടികളെ ദൈവത്തെ പോലെയാണെന്നല്ലേ പറയാറ്. നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കാര്യത്തിൽ എന്തുകൊണ്ടും നിങ്ങള് ദൈവത്തെ പോലെ തന്നെയാണ്. മോളെ ചാരു,
ഇവര് രണ്ടുപേരും ഇത്ര നേരമായിട്ട് ഒരു വക കഴിച്ചിട്ടില്ല. രാത്രി ഉറങ്ങാതിരുന്ന ഇവര് സഹസ്രനാമം എഴുതിയത്. ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമോളെ. ശരി അച്ഛാ, രണ്ടുപേരും വാ. വളരെ നന്ദിയുണ്ട് അർജുൻ. കറക്റ്റ് സമയത്താ ഞങ്ങളെ രക്ഷിച്ചത്. ഇങ്ങനെ താങ്ക്സ് പറഞ്ഞ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ മേഘന. അർജുൻ ഇപ്പോൾ ചെയ്ത ഹെൽപ്പ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലുതാ. ഞാൻ ഈ ചെയ്തത് മേഘന ചെയ്തതിനേക്കാൾ വലുതൊന്നുമല്ല വിവേക്. എന്നാലും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടെന്ന് അർജുൻ എങ്ങനെ മനസ്സിലായത്? ഇന്നലെ മേഘന ഒരിക്കൽ കൂടി എന്റെ വീടിന് മുന്നിൽ വന്നിരുന്നു. എന്റെ സഹായം വേണമെന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്യാനും മടിയില്ല. എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും സ്വന്തം ഷെയർസ് കൊടുക്കുക എന്നത് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതിനും വലിയ കാര്യങ്ങളുണ്ട് വിവേക്. ഒരു നല്ല ഫ്രണ്ടാണ് ഏറ്റവും വലുത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നല്ല വിവേക്. അതല്ലേ യഥാർത്ഥ സുഹൃത്ത് ബന്ധം. അർജുന്റെ ഷെയർസിന്റെ കാര്യം മാത്രല്ലേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ജയമർ സാറിന്റെ ഷെയർസ് അതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? മേഘന വന്ന് എന്റെ സഹായം ചോദിച്ചില്ലേ? മേഘന പോയി കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു. അത്രയും ലേറ്റ് ആയിട്ട് വിളിച്ചിട്ട് ജയമർ സാർ സംസാരിച്ചോ? ഞാൻ അപ്പൊ തന്നെ വിളിച്ചു. അദ്ദേഹം കാര്യവും ചോദിച്ചു. ഞാൻ എല്ലാ വിഷയവും അവതരിപ്പിച്ചു. അപ്പൊ എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. മേഘന ഇതെന്താ എന്നോട് നേരിട്ട് ചോദിക്കാത്തെന്ന് പറഞ്ഞു. മേഘന അദ്ദേഹത്തിന് ചെയ്ത സഹായങ്ങൾ വെച്ച് ഇത് ചെറിയൊരു കാര്യമാണെന്നാ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സാ. അത് മാത്രമല്ല മേഘന, എല്ലാവരെയും സഹായിക്കാനുള്ള നിന്റെ വലിയ മനസ്സുണ്ട്. നീ മറ്റുള്ളവരോട് കാണിച്ച നന്മ അത് നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുക. അർജുന പറഞ്ഞത് സത്യമാണ്. ഏട്ടത്തിക്ക് എപ്പോ കഷ്ടപ്പാടുകൾ വന്നാലും അതിനൊരു പരിഹാരവും ഉണ്ടാവും. അതെല്ലാം ഏട്ടത്തി ചെയ്ത നന്മ കൊണ്ടാ. മതി വിവേക്, രണ്ടുപേരും കൂടെ പറഞ്ഞ് ഞാനിപ്പോ ആകാശത്തേക്ക് പറന്നു പോവും. അതിന് നീ അർഹയാണ് മേഘന. അതെന്തിനാ? പറന്ന് ആകാശത്ത് പോയി അവിടുന്ന് തലയും കുത്തി താഴേക്ക് വീഴാൻ വേണ്ടിയാണോ? ഏട്ടത്തിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ നന്മ മാത്രമാണ് ഏട്ടത്തിയുടെ പ്രയോറിറ്റി. ഇന്ന് നമ്മുടെ കമ്പനിയെ മാത്രമല്ല രക്ഷിച്ചേ, നമ്മുടെ സ്റ്റാഫ്സ്, എംപ്ലോയീസ് എല്ലാവർക്കും സമാധാനമായി. ഈ ക്രെഡിറ്റ് എല്ലാം അർജുനും ജയമർ സാറിനുള്ളതാണ് വിവേക്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്രെഡിറ്റും മേഘന സ്വീകരിക്കാറില്ലല്ലോ. അങ്ങനെയാണ് അർജുൻ എന്റെ ഏട്ടത്തി. എല്ലാവരെയും മനസ്സറിഞ്ഞ് സഹായിക്കും. അതിന് പ്രതിഫലം ഒട്ടും ആഗ്രഹിക്കില്ല. നീ ഇതൊക്കെ ഒന്ന് മതിയാക്ക വിവേക്. ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി നല്ല സ്ട്രോങ് കോഫി കുടിക്കണം. സോറി മേഘന, എനിക്കിപ്പോ അതിനുള്ള സമയമില്ല. ഞാൻ ഇറങ്ങാം. ഒരു കോഫി കുടിച്ചിട്ട് പോവാലോ? അടുത്ത പ്രാവശ്യം ആവട്ടെ. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അർജുൻ. ബൈ. നമുക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ടും അർജുൻ എത്ര സിമ്പിളായിട്ട് ബിഹേവ് ചെയ്യുന്നല്ലേ ഏട്ടത്തി? അതാണ് അർജുനിലെ ഏറ്റവും വലിയ ഗുണം. അർജുനും ജയമാർ സാറും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അത് ഏട്ടത്തിയുടെ നന്മ കൊണ്ട് മാത്രം. ഇപ്പൊ വീട്ടിലെല്ലാവരും ന്യൂസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പൊ നല്ല സന്തോഷത്തിലും ആയിരിക്കും. ഏട്ടത്തിയുടെ വിജയം ഇപ്പൊ അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇത് എന്റെ മാത്രം വിജയം അല്ലല്ലോ വിവേക്, നിന്റെ വല്യേട്ടന്റെയും കൂടിയാ. വാ നമുക്ക് ഇറങ്ങാം. നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്? എന്താ നടന്നത്? നീ എന്തൊക്കെയാ മനസ്സിൽ കണ്ടത്? അതൊക്കെ മാനത്ത് കണ്ട് മേഘന പണി തന്നില്ലേ? എന്ത് വന്നാലും അവസാന നിമിഷത്തില് ആ മേഘന എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതൊക്കെ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് നീ അത് തള്ളിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആന്റി. നമ്മുടെ ഷെയർസിന്റെ കൂടെ അർജുന്റെ ഷെയർസും ജയമർ സാറിന്റെ ഷെയർസും കൂട്ടിച്ചേർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇതൊക്കെ നീ ആദ്യമേ ആലോചിക്കണായിരുന്നു മഞ്ജരി.
കാര്യങ്ങൾ വേഗം നടക്കാൻ വേണ്ടി നിനക്ക് ആവേശം മാത്രമേ ഉള്ളൂ, ചിന്തിക്കാൻ നിനക്കറിയില്ല. കലം നിറയെ അരിയും വെച്ച് വെള്ളം ഒഴിച്ച് തീയും ഇട്ടു, അത് വേവുന്നത് വരെ കാത്തിരുന്നു. എന്നിട്ട് അത് ആറിയപ്പോ കിടന്നുറങ്ങിയിരിക്കുന്നു. ആ മേഘന ആമിയെ പോലെ പതുങ്ങി പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി നിന്നെ തോൽപ്പിച്ചു. എല്ലാ തവണയും ഇത് തന്നെയാ നടക്കുന്നത്. മേഘനെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ ആന്റി, എനിക്ക് അങ്ങനെയാണോ? കല്യാണ സമയത്ത് കണ്ടില്ലേ കുട്ടികൾ മേഘനയെ സപ്പോർട്ട് ചെയ്തത്. ഇങ്ങനൊരു കാര്യം വന്നപ്പോ ആ അർജുനും ജയമർ സാറോ സപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെയാണോ ആന്റി പ്രതീക്ഷിച്ചത്? പ്രതീക്ഷിക്കണമായിരുന്നു മഞ്ജരി. ഇങ്ങനെയൊക്കെ വലിയ പ്ലാൻ ഇടുമ്പോ അതിന്റെ വരും വരായികകളെ കുറിച്ചും ആലോചിക്കണം. ആഹാ, അപ്പൊ ചാരുവിന്റെ കാര്യത്തില് ആ ഹോട്ടൽ പ്ലാനും ആന്റി ഇതുപോലെ പ്ലാൻ ചെയ്തതല്ലേ? എന്നിട്ട് എന്തായി? ആന്റി തീരെ പ്രതീക്ഷിക്കാതല്ലേ ചാരുവിനെ വിവേക് കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ ആന്റി എന്ത് ചെയ്തു? അത് വിട്ടേക്ക്. രണ്ടുപേരും പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് എനിക്കൊരു നഷ്ടം ഉണ്ടായി, ഇന്ന് നിനക്കൊരു നഷ്ടം ഉണ്ടായി. നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നം ഒന്നാണ്. അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് താങ്ങായി കൂടെ ഉണ്ടാവണം. ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ കയ്യിലെടുത്ത് മിഥുനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. അതിനെല്ലാം കാരണം ഈ മേഘനയാണെന്ന് വരുത്തി തീർത്ത് അവൾ ഈ വീട്ടിൽ നിന്നേക്കായി പറഞ്ഞയച്ച ശേഷം വീണ്ടും മിഥുനെ ആ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ക്രെഡിറ്റ് മുഴുവൻ എന്റെ ബോക്സിലേക്ക് ഇട്ടാൽ മിഥുനും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്നുള്ള ആ പ്രതീക്ഷയെല്ലാം ആ സരയു ഒറ്റയടിക്കാ നശിപ്പിച്ചു കളഞ്ഞത്. അതെ മഞ്ജരി, ഇതെല്ലാം അവളുടെ ശ്രദ്ധക്കുറവാ. നടന്നതൊന്നും മേഘനയുടെ കഴിവുകൊണ്ടൊന്നല്ല. ആ സരയു ഇതെല്ലാം നിസ്സാരായി കണ്ടതാ. കയ്യിലെത്തിയ സൗഭാഗ്യമെല്ലാം അവസാനം തട്ടിത്തെറിച്ചു പോയത്. നീ ആദ്യം അവളെ ഫോൺ ചെയ്യും, എന്നിട്ട് അവളെ രണ്ട് പറയണം. ഇനി ഇപ്പൊ ആരെ പറഞ്ഞിട്ട് എന്ത് ലാഭം ആന്റി? എല്ലാം സംഭവിച്ചു പോയില്ലേ? മേഘനെ ഇനിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളെ ഫോൺ ചെയ്ത് രണ്ട് പറയും. അങ്ങനെങ്കിലും ദേഷ്യം തീരട്ടെ. എന്നാലേ അടുത്ത തവണ ആ സരയും മര്യാദയ്ക്ക് പണിയെടുക്കൂ. JMR സാറിന്റെ ഷെയർസ്, അദ്ദേഹത്തിന്റെ ഷെയർസ് 40%. ആരും പോവരുത്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. അവിടെ നിൽക്കൂ. ഈ ചെയറാണ് വേണ്ടതെങ്കിൽ ഇരട്ട ചങ്ക് തന്നെ വേണം. ഈ ചെയർമാൻ ചെയറിന് നിനക്ക് ഒരിക്കലും കിട്ടില്ല. വെറുതെ സ്വപ്നം കാണണ്ട. ഡോറ് തുറക്കട്ടെ മാഡം? അല്ല, അത് കാറിന്റെ ഡോറ് തുറക്കട്ടെ. എന്നെ കണ്ടിട്ട് പരിഹസിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല മാഡം, സഹതാപം തോന്നുന്നു. മാഡത്തിന്റെ ഓവർ കോൺഫിഡൻസ് ആണ് പ്രശ്നമായത്. What do you mean? മാഡത്തിന്റെ അച്ഛന്റെ കാലം മുതൽ തന്നെ ഞാൻ ഈ കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഉണ്ടാക്കിയ അന്തസ്സും അഭിമാനമൊക്കെ വളരെ വലുതാ. മാത്രമല്ല, എന്തെങ്കിലും അദ്ദേഹം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് 1000 തവണയെങ്കിലും ആലോചിക്കും. ആ ക്വാളിറ്റി മാഡത്തിനില്ല. ആ മഞ്ജരി മാഡം പറഞ്ഞതിന്റെ പേരിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ മേഘന മാഡത്തിന് എതിര് നിന്നു. നമ്മുടെ വലയിൽ നിന്ന് അവർ 2 തവണ രക്ഷപ്പെട്ടു. എന്നിട്ടും മാഡം ഒന്നുകൂടെ ചിന്തിച്ചില്ല. അതുകൊണ്ടാ 3-ാം തവണ നമ്മൾ ഫെയിലായത്. അവസാന നിമിഷം പുതിയ ഷെയർ ഹോൾഡേഴ്സ് പൊട്ടിമുളയ്ക്കുന്നത് ഞാൻ എങ്ങനെ അറിയാനാ? ശരിക്കും നമ്മളെ പറ്റിച്ചതുപോലെയല്ലേ? ബിസിനസ്സിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. നിങ്ങൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് പഠിച്ചില്ല. പക്ഷെ മേഘന മാഡം ഷെയർ വാല്യൂസ് എന്തൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും മനസ്സിലാക്കിയിട്ടാണ് വന്നത്. ഇത്രയും നേരം നിങ്ങളുടെ ഉപദേശം ഞാൻ കേട്ടത്. അടുത്തത് ഉപദേശിക്കാൻ മഞ്ജരി വിളിക്കുന്നുണ്ട്. ഹലോ മഞ്ജരി. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ ചെയ്തത്? സോറി മഞ്ജരി. എന്ത് സോറി? എന്റെ എല്ലാ പ്ലാനും നീ നശിപ്പിച്ചു കളഞ്ഞു. ഇത്രയധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല മഞ്ജരി. അവസാന നിമിഷം അർജുൻ വന്ന് തന്റെ ഷെയർസും ജയമർ സാറിന്റെ ഷെയർസും കൊണ്ടുവന്ന് നന്ദൻ ഗ്രൂപ്പിനെയാണ് സപ്പോർട്ട് ചെയ്തത്. ആ സമയത്ത് എന്റെ ഭാഗത്ത് ഭൂരിപക്ഷം പോയി. അങ്ങനെ മിഥുൻ നന്ദൻ വിജയിക്കുകയും ചെയ്തു. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം മേഘനയ്ക്ക് വോട്ട് ചെയ്ത്. അവിടെ എന്ത് നടന്നു, എങ്ങനെ നടന്നു എന്നൊന്നും എനിക്കറിയണ്ട. നീ അവിടെ ഒന്നും ചെയ്തില്ല എന്നാ ഞാൻ പറഞ്ഞ്.
ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ ട്രൈ ചെയ്തതാണ് മഞ്ജരി. നീ എന്താ ട്രൈ ചെയ്തത്? ഇതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ ഇത്രയും ദൂരത്തുനിന്ന് വിളിച്ചു വരുത്തിയേ? നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചു എന്ന് നിനക്കറിയോ? ഐ നോ മഞ്ജരി, പക്ഷേ ഇനി ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. ഇത് ഇത്ര വലിയ ദുരന്തമായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചെയർമാൻ ചെയറിൽ നിന്ന് മിഥുനെ ഒഴിവാക്കി നിന്നെ അവിടെ പ്രതിഷ്ഠിച്ചാൽ മിഥുൻ ഉടൻ തന്നെ മേഘനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ആ സമയം വീണ്ടും ആ ചെയറില് മിഥുനെ ഞാൻ തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മിഥുൻ എന്നേക്കുമായി എനിക്ക് സ്വന്തമാവെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. എന്റെ പ്ലാൻ എല്ലാം നീ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു. ചെയർമാൻ ആകാന്ന് പറഞ്ഞു പോയിട്ട് ആ മേഘനയുടെ മുമ്പിൽ തോറ്റിരിക്കുന്നു. എന്നിട്ട് അവളോ ആ മിഥുന് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്നും പറഞ്ഞ് കുടുംബത്തിൽ ഹീറോ പരിവേഷം വാങ്ങി. മിഥുന്റെ മനസ്സ് പോലും ഒന്ന് ചാഞ്ചാടിയിട്ടുണ്ട്. നീ എന്നെ ടോട്ടലായിട്ട് തകർത്ത് കളഞ്ഞല്ലോ സരയു. നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനൊരു റിസൾട്ട് അല്ല പ്രതീക്ഷിച്ചത്. ഇറ്റ്സ് എ ബിഗ് ഷെയിം. നീ ഫൂളായത് പോട്ടെ, എന്നെയും കൂടി ഫൂളാക്കി കളഞ്ഞു. ഛേ, വേണ്ട മാഡം, ഒന്ന് സമാധാനിക്ക്. മറ്റുള്ളവരോടുള്ള ദേഷ്യം ഫോണിൽ കാണിക്കണോ? ഇതുവരെ ഉണ്ടായ ഡാമേജ് പോരെ? സംഭവിച്ചതൊരു ഡാമേജ് അല്ല, ഡിസാസ്റ്ററാ. എന്റെ ഫ്രണ്ട് എന്റെ മേലിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് ഞാൻ ഇല്ലാതാക്കിയത്. പക്ഷെ ഇതുകൊണ്ട് ഞാൻ തോറ്റുകൊടുക്കുന്നു വിചാരിക്കണ്ട. ഇതിലും വലിയൊരു തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. ആ മേഘനയ്ക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. എന്റെ ഫ്രണ്ടും മഞ്ജരിയും മിഥുനും തമ്മിലുള്ള കല്യാണം നടത്തണം. കൺഗ്രാറ്റ്സ് അമ്മ. കൺഗ്രാറ്റുലേഷൻസ് അമ്മ. താങ്ക് യു. ഞങ്ങൾ അമ്മയെ ടിവിയിൽ കണ്ടല്ലോ. അമ്മയെ ടിവിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ടിവിയിൽ ഭയങ്കര സുന്ദരിയായിരുന്നു. അമ്മേ, ടിവിയിൽ അമ്മ നന്നായിട്ട് സംസാരിച്ചത്. നിക്ക് നിക്ക് നിക്ക്, ഒന്ന് മെല്ലെ പറ. അമ്മയെ ഇങ്ങനെ രണ്ടുപേരും ചേർന്ന് പുകഴ്ത്തല്ലേ? ചെറിയൊരു ഗ്യാപ്പെങ്കിലും കൊടുക്ക്. നിങ്ങളുടെ അമ്മ വെറും ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ല, സെൻസേഷണൽ ന്യൂസാ. ബിസിനസ് വേൾഡിൽ ഇപ്പൊ ശരിക്കും സെൻസേഷനൽ. നീ ഒന്ന് മതിയാക്ക വിവേക്. വിവേക് പറഞ്ഞത് തെറ്റൊന്നുമില്ല മോളെ. ഒരിക്കലും നീ കിട്ടില്ലെന്ന് കരുതിയ ഒരു വിജയമാണ് മോളെ നേടിയത്. നമ്മുടെ വീടിന്റെ അന്തസ്സും അഭിമാനവും ആകാശത്തോളം നീ ഉയർത്തിയിരിക്കുകയാണ് മേഘനെ. ഇതെല്ലാം ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നതാ ഗ്രാനി. അത് ശരിയാ, ആഞ്ജനേയ സ്വാമിയാ അമ്മേനെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തത്. ഞങ്ങള് പോയി ആഞ്ജനേയ സ്വാമിയോട് താങ്ക്സ് പറയട്ടെ. അങ്ങനെ ഓടിച്ചെന്ന് പറയാൻ നിങ്ങളുടെ സ്വാമി ഇപ്പൊ എവിടെയുള്ളേ? സ്വാമിയെ അങ്ങനെ നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റില്ല ഗ്രാൻഡ്പാ. കുട്ടികളെ നിനക്ക് വേണ്ടി രാമസഹസ്രനാമം എഴുതിയിരുന്നു. അതുകൊണ്ടാ ആഞ്ജനേയ സ്വാമിയെ കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ടൊന്നും അല്ല ഗ്രാനി, സത്യമായിട്ടും ആഞ്ജനേയ സ്വാമി ഞങ്ങളോട് പറഞ്ഞതാ. അതൊന്നും പറയാൻ പാടില്ല. സ്വാമി അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ആ നടക്ക് ചക്കി, നമുക്ക് പോയി സ്വാമിയോട് താങ്ക്സ് പറയാം. വിവേക് നടക്ക്. വാ മക്കളെ വാ. ഒരു മിനിറ്റ് ചേച്ചി. നിർത്ത് ചാരു. ആരതി എന്റെ കയ്യിലേക്ക് തന്നിക്ക്. എന്റെ മരുമകളെ ഞാൻ സ്വീകരിച്ചോളാം. ഇത് കുറച്ച് ഓവറല്ല ആന്റി. പിന്നെ അവള് ചെയ്തത് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. വേഗം വാ അച്ഛാ. അമ്മയോട് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞേ പറ്റൂ.
നന്ദൻ കുടുംബത്തിന്റെ മരുമകളായി ഈ വംശത്തിന്റെ അനന്തരാവകാശിയായി നീ ഈ കുടുംബത്തെ ഇപ്പൊ രക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രിയമതി അത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ആ സ്ഥാനം നിനക്ക് ശേഷം ചാരു ഉണ്ടാവും. എന്റെ അമ്മായിമ്മയിൽ തുടങ്ങി ചാരു വരെ ഞങ്ങൾക്ക് ആർക്കും നേടാൻ കഴിയാത്തൊരു വിജയമാണ് നീ ഇന്ന് സാധ്യമാക്കിയിരിക്കുന്നത്.